ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ തുടരും സിനിമ കാണാൻ പോയി കേട്ടോ. സൂപ്പർ സിനിമ, അടിപൊളി സിനിമ. ഇന്ന് ഞാൻ പോയിരുന്നു കേട്ടോ സിനിമയ്ക്ക്. സിനിമ എനിക്ക് കാണാനല്ല, എൻ്റെ മൂത്ത മോന് കാണാൻ. ഇന്നലെ പോയപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും എൻ്റെ രണ്ടാമത്തെ മോനും ഞാനും എൻ്റെ ഇളയ മോനും കുഞ്ഞമ്മയുടെ മോളും അവളുടെ മോനും മാമൻ്റെ 2 മക്കളും അത്ര ആയിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോയത്. അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മോനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ലമ്മ, വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി പ്രാവശ്യം അവനെ വിളിച്ചു, നീ വാ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അവൻ വന്നില്ല. അങ്ങനെ ഇന്നലെ പോയി നമ്മൾ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഈ പിള്ളേരെല്ലാം കൂടെ അവൻ്റെ കൂടെ ഇടാ അടിപൊളി സിനിമ ഇടാ, നീ കാണേണ്ട സിനിമ ഇടാ, അടിപൊളി സൂപ്പർ ഇടാ എന്നൊക്കെ പറഞ്ഞ് ചെറുക്കന് പിന്നെ ഇരിക്കപ്പുറതിയില്ല. ഞാനും പറഞ്ഞു, ഇടാ നിനക്ക് വല്ലാത്ത നഷ്ടമായിപ്പോയടാ, കഷ്ടമായിപ്പോയടാ എന്നൊക്കെ പറഞ്ഞ് ഞാനും അവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അവന് സിനിമ കണ്ടോളാൻ വയ്യ, സിനിമ കണ്ടേ പറ്റൂ. പെട്ടെന്ന് തന്നെ എൻ്റെ ഫോൺ എടുത്ത് രാത്രി തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെയാണ് 10 മണിക്ക് 10:30 എങ്ങാണ്ടാണെന്നൊന്ന് ഷോ. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കുളമട രേവതിയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം ആ സിനിമയ്ക്ക് വാല്യൂ ഉണ്ടെന്ന്. അപ്പം ഒരമ്മയായിട്ടുള്ള മോന് 17 വയസ്സ് ആവുന്നു. അപ്പം അവനെ നിർബന്ധിച്ച് ആ സിനിമയ്ക്ക് വിടണമെങ്കിൽ എത്രത്തോളം നല്ല സിനിമയായിരിക്കും അത്, അല്ലേ? അപ്പം എല്ലാവരും പോയി ആ സിനിമ കാണണം കേട്ടോ. തുടരും. നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്ന സിനിമയാണ്. മുഹൂർത്തങ്ങൾ, ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ പങ്കുവച്ച സിനിമയാണ്. നല്ല സൂപ്പർ, നല്ല അടിപൊളി പടമാണ് കേട്ടോ. ചിന്തിക്കാനും പിന്നെ കരയാനും എല്ലാം ഉള്ള സിനിമയാണ് കേട്ടോ. ക്ലൈമാക്സ് പൊളി, നമ്മളാരും ചിന്തിക്കാത്ത അത്ര ലെവൽ ക്ലൈമാക്സ് ആണ് അതിനകത്തുള്ളത്. പിന്നെ വില്ലൻ്റെ കാര്യം പറയേ വേണ്ട, നല്ല സൂപ്പർ 1ാം ക്ലാസ് വില്ലൻ കേട്ടോ. അങ്ങനത്തെ 2 വില്ലന്മാരുണ്ട്. അതിൽ 2 വില്ലന്മാർ സൂപ്പറാണ്. പക്ഷേ മുന്നിട്ട് നിൽക്കുന്ന വേറൊരു വില്ലനുണ്ട്. ആ വില്ലൻ അടിപൊളി പെർഫോമൻസ് ആണ്. എവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നല്ല സിനിമ, നിങ്ങൾ പോയി കാണണം, ഇല്ലെങ്കിൽ അത് നഷ്ടമാവും. എമ്പുരാനെക്കാട്ടി നല്ല സൂപ്പർ സിനിമയാണ്, ദൃശ്യത്തിനെക്കാട്ടി നല്ല സിനിമയാണ്. അപ്പം അതിനകത്ത് ആ സിനിമയിൽ തന്നെ ഞാൻ പറയുന്നില്ല ബാക്കി കാര്യങ്ങൾ, ബാക്കി നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണണം. ഓക്കെ, ബൈ, സി യു. സിനി സന്തോഷ്.